നമസ്കാരം. തെരഞ്ഞെടുപ്പുകളിലേക്ക് നടുനടക്കാൻ മാത്രം ദൂരം ബാക്കി നിൽക്കെ ക്ഷേമപ്രഖ്യാപനങ്ങളുടെ പെരുമഴ പെയ്ത്താണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുപടി ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങളെ ജനങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. കോടികൾ ആവശ്യമുള്ള ഈ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ സർക്കാരിന് മുന്നിൽ വ്യക്തമായ മാർഗങ്ങൾ ഉണ്ടോ, അതോ പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുമോ? നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ ഭരണഘട്ടത്തിലെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമുണ്ടോ എന്നും സംശയം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ ദീർഘകാലമായി ഉയർന്നു നിൽക്കുമ്പോൾ അവരുടെ ഓണറേറിയം വർധനവ് പോലുള്ള തീരുമാനങ്ങൾ നീതിയുടെ പരിധിയിൽ വരുമോ, അതോ കേവലം താൽക്കാലിക ആശ്വാസം മാത്രമാണോ നൽകുന്നത്? 266 നാൾ ഭരണകൂട സ്ഥിരാകേന്ദ്രത്തിന് മുന്നിൽ തെരുവിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ കണ്ണീരോടെ സമരം അവസാനിപ്പിക്കുകയാണ്. ഈ കണ്ണുനീരിന് ആര് സമാധാനം പറയും? സർക്കാരിന്റെ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥത, സാമ്പത്തിക സ്രോതസ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ആശാപ്രവർത്തകരോടുള്ള സമീപനം എന്നിവയെല്ലാം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ക്ഷേമ പദ്ധതി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ? കോടികൾ കണ്ടെത്തുന്നതിന് സർക്കാരിന് മുന്നിൽ മാർഗമുണ്ടോ? പ്രഖ്യാപനങ്ങൾ നടത്തിയത് പലതും മൂടിവെക്കാനോ? ആശാപ്രവർത്തകരോട് നീതി കാണിച്ചോ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും ഈവനിംഗ് ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോർജ് പൊടിപ്പാറ, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ സുശീൽ ഗോപാൽ, ആശാപ്രവർത്തകയായ ഷീജ ആഷിഖ് എന്നിവരാണ് എന്നോടൊപ്പുള്ളത്. 3 പേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഞാൻ ശ്രീ സുശീൽ ഗോപാലിലേക്കാണ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം മുമ്പുള്ള ഈ ക്ഷേമ പദ്ധതി പ്രഖ്യാപനം സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ നിറവേറ്റലാണ് എന്നാണ് പറയുന്നത്. നേരിട്ട് ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നിരിക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? മറിച്ച് ചിന്തിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ കാണുന്നത് ഈ പെൻഷൻ വർധനവും അല്ലെങ്കിൽ ഇപ്പോ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചടക്കമുള്ള കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ കാണുവാൻ സാധിക്കില്ല. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ആശാ വർക്കർമാർ സമരം നടത്തിയിരുന്നത് ഒരു 1000 രൂപ വർദ്ധിപ്പിക്കാനല്ല, അവരെ ഓണറേറിയം എന്ന് പറയുന്നത് 21000 രൂപയായി വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് അടിസ്ഥാനപരമായ ശമ്പളം ഉറപ്പിക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങളോട് സമരം ആരംഭിച്ചു മുതൽ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? സർക്കാർ പറഞ്ഞിരുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതിരോധം. ആ പ്രതിരോധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ജനങ്ങൾക്കിടയിലുള്ള സർക്കാരിന്റെ ഇമേജ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടലുകൾ വളരെ മോശമാണ് എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ട് വളരെ പരിതാപകരമായ രീതിയിലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സാധ്യത എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2500 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത് 2000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചതും അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് കണ്ണിൽ പൊടിയിടുന്നതിനായിട്ട് 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതിനകത്ത് ജനക്ഷേമ പ്രവർത്തനം എങ്ങനെ പറയാൻ സാധിക്കുക? 2021 രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന്. ആ 2500 രൂപയെ വർദ്ധിപ്പിക്കേണ്ട 2021 പറഞ്ഞ് ആ സർക്കാർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഒപ്പിടേണ്ട ഫയലായിരുന്നു അത്. കാരണം ഈ സമൂഹത്തിലെ ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള ആശ്വാസ പദ്ധതിയാണ്. ആ ആശ്വാസ പദ്ധതി കഴിഞ്ഞ 4.5 വർഷക്കാലം മുടക്കി അത് നടപ്പിലാക്കാതെ ഇന്നാളുള്ള ജനങ്ങളുടെ 7 മാസത്തിലധികം ക്ഷേമ പെൻഷൻ മുടക്കിയിട്ട്, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 1.5 വർഷത്തിലായി മുടക്കിയിട്ട് അതിനൊന്നും ഒരു പരിഹാരം കൊടുക്കാതെ ഇപ്പോ ഈ 2500 എത്തിച്ചില്ലേ, ഈ 2000 രൂപയ്ക്ക് മാത്രം എത്തിച്ച് നിൽക്കുന്നതിന് നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു ജനക്ഷേമ പ്രവർത്തനം മാത്രമായിട്ട് കണക്കാക്കാൻ സാധിക്കുക? അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് 1 മാസം മാത്രം ഗവൺമെന്റ് ആക്ട് ചെയ്താൽ പോരെ? ഈ സമൂഹത്തിനകത്ത് വേറൊരു കാര്യത്തിന് ഇടപെടാതിരുന്ന് സമൂഹത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് മാത്രം എല്ലാ സ്കീമുകളും പ്രഖ്യാപിച്ച് എല്ലാ പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ അതിനെ ജനക്ഷേമ പ്രവർത്തനമാണോ എന്ന് ചോദിക്കുന്നത് പോലും അത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട്, സംസ്ഥാനത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഒരു വീട്ടിൽ 2 ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
400 രൂപയുടെ വർധനവാണ്. അപ്പോൾ 2000 വെച്ച് 2 പേർക്ക്, പിന്നെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റ് പെൻഷനുകളൊന്നും ഇല്ലെങ്കിൽ 1000 രൂപ, പിന്നെ ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ 1000 രൂപ. അപ്പോൾ 2000 പ്ലസ് 2000 പ്ലസ് 1000 പ്ലസ് 1000 എന്ന് കൂട്ടുകയാണെങ്കിൽ വലിയൊരു സംഖ്യ ഡയറക്റ്റ് ആയിട്ട് ഒരു കുടുംബത്തിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ വോട്ടിന് വേണ്ടി മാത്രമാണോ, അതോ ജനങ്ങളുടെ അല്ല സുരക്ഷിതത്വം അല്ലെങ്കിൽ റോജി, അവരുടെ ഞാൻ ജീവിതം ഞാൻ ഒക്കെ ഞാൻ മുൻവെച്ചുകൊണ്ട് തന്നെയല്ലേ? അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ആശാ വർക്കർമാർക്ക് 100 രൂപ പോലും വർദ്ധിപ്പിച്ച് നൽകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ 1.5 വർഷമായി പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കൊടുക്കാതിരിക്കുന്ന സർക്കാർ അവസാനം അവരുടെ ക്ഷേമനിധിയിലെ അവരുടെ നിക്ഷേപ തുക, അതായത് മാസം 50 രൂപ വെച്ച് അടയ്ക്കുന്ന ആ ഡെപ്പോസിറ്റ് അടക്കം മറ്റു കാര്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിച്ച ഒരു സർക്കാർ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളത് കേരളം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇലക്ഷൻ സ്റ്റാൻഡിന്റെ ഭാഗമായി ഇത് പ്രഖ്യാപിച്ച അവർക്ക് എന്തായാലും ഉറപ്പുണ്ട് 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭരണത്തിൽ നിന്ന് മാറുന്നുള്ളത്. ഇപ്പൊ വളരെ അധികം നവമാധ്യമങ്ങൾ പ്രചരിച്ചൊരു ഡയലോഗും കൂടിയുണ്ട്. കട അടച്ചു പൂട്ടാൻ പോകുമ്പോ ഈ കട അടയ്ക്കലിന്റെ ഭാഗമായിട്ട് നടക്കുന്ന റിബേറ്റഡ് കച്ചവടം ഉണ്ടായിരിക്കും. അതേപോലെ ഈ പറയുന്ന ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രഖ്യാപനം മാത്രം നടത്തിയാൽ പോരല്ലോ. ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ആ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി അവരുടെ പ്രകടന പത്രികയിലെ ഏറ്റവും 1-ാം നമ്പർ അവരുടെ വാഗ്ദാനമായിരുന്ന ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുവാൻ ഇതുവരെ സാധിക്കാത്ത സർക്കാരിനെ കുറിച്ചാണ് റോജി അടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ജനങ്ങളെ ഈ നട്ടുച്ചയ്ക്ക് വന്നിരുന്ന് ഇത് പാതിരാത്രിയാന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന രീതിക്കുള്ള ജനാധിപത്യ വിശ്വാസികളാണ് കേരളത്തിൽ ഉള്ളതെന്നാണോ പിണറായി വിജയൻ സർക്കാർ ധരിച്ചിരിക്കുന്നത്? അവരുടെ ഇപ്പോഴത്തെ നിലവിലെ ഉണ്ടാക്കിയ വിവാദങ്ങളും RSSമായി ഉണ്ടാക്കിയ കൂട്ടുകച്ചവടവും അതിന്റെ പേരിൽ നാളേക്ക് വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ, നാളത്തെ തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയത്തിന് പച്ചക്കൊടി കാണിച്ച പിണറായി വിജയന്റെ ആ സംഘപരിവാർ ബാന്ധവത്തിന്റെ വിഷയങ്ങളെ മുക്കിക്കളയാൻ ഇത്തരത്തിലുള്ള PR വർക്കിലൂടെ നടക്കില്ല എന്നും മാത്രമാണ് യൂത്ത് കോൺഗ്രസ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ഇതൊരു സ്റ്റണ്ടാണ് എന്നൊരു നിലപാട് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കോൺഗ്രസ് പറയുന്നത് തന്നെ. ശ്രീ ജോർജ് പൊടിപ്പാർ സാർ, ഇപ്പോൾ 10,000 കോടി രൂപ നമ്മൾ കണ്ടെത്തണം. നമുക്ക് അറിയാം, പണം ഇല്ലാത്തത് കൊണ്ട് നയം തന്നെ മാറ്റിവെക്കുകയായിരുന്നു LDF സർക്കാർ ചെയ്തത്. അത് ഞങ്ങൾക്ക് പണം തരൂ, നമ്മുടെ നയം അവിടെ നിൽക്കട്ടെ എന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു നമ്മളുടെ മുന്നിൽ. ശരിക്കും ഇത്രയും പണം കണ്ടെത്താൻ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? അല്ല, ഇത് വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണോ? എങ്ങനെയാണ് അങ്ങ് ഇതിനെ നിരീക്ഷിക്കുന്നത്? റോജി, ഇതിനെ നമുക്ക് അത്ര ലാഘവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ഒരു സർക്കാർ അതിന്റെ അവസാന ഘട്ടത്തിൽ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ വലിയ വാഗ്ദാന പെരുമഴ ഇങ്ങനെ ചൊരിയാണ്. അതായത് യഥാർത്ഥത്തിൽ സാമ്പത്തിക ബാധ്യത നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 13,000 കോടിയോളം രൂപ പ്രതിവർഷം ബാധിക്കുന്ന ഈ ക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം നിലവിലുള്ള ക്ഷേമ പെൻഷൻ 1600 എന്നുള്ളത് 2000 ആക്കുന്നു. അത് ഏതാണ്ട് 63 ലക്ഷം പേർക്കാണ് പ്രതിമാസം ഈ 400 രൂപയുടെ വർധനവ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 35 ലക്ഷം സ്ത്രീകൾക്ക്, 35 വയസ്സിന് 60 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കുന്നത്. അവർക്ക് വേറെ പെൻഷനുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കാനുള്ള ഒരു പദ്ധതി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന്റെ വേറൊരു പദ്ധതി. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആശാ വർക്കർമാർക്കും അംഗൻവാടി അവർക്കും അതുപോലെ തന്നെ ഈ പ്രീ പ്രൈമറി അധ്യാപകർക്ക് അങ്ങനെ എന്ന് വേണ്ട സമൂഹത്തിന്റെ പല മേഖലകളിൽ എനിക്ക് വിട്ടുപോയിട്ടുള്ളത് ഈ ഭിന്നശേഷിക്കാരെ മാത്രം ഇതിനകത്ത് വേണ്ടത്ര പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി ഏതാണ്ട് സമസ്ത മേഖലയെ സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കിതിനെ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരിക്കുന്ന സർക്കാരുകൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരം വാഗ്ദാനങ്ങൾ കോരിച്ചൊരിഞ്ഞ് ഭരിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റോയിൽ, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വലിയ വമ്പൻ വാഗ്ദാനങ്ങൾ കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും രാജസ്ഥാനിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും എല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ സർക്കാർ മാത്രമായിട്ട് വലിയ ഒരു അവിവേകം കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജനങ്ങൾക്ക് നടക്കാവുന്നതും നടക്കാൻ പറ്റാത്തതുമായിട്ടുള്ള വാഗ്ദാന പെരുമഴ ചൊരിയാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെയും നടന്നിരിക്കുന്നത്.
ഇവിടെ ഇത് ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഈ മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഈ 1400 എന്നുള്ളത് 1600 എന്നുള്ളത് 2000 ആയി കിട്ടും. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് 4% വരുന്ന DA ഗഡു അത് ഈ മാസത്തെ ശമ്പളത്തിൽ തന്നെ കൊടുക്കും. അപ്പോ അവരവകാശപ്പെടുന്നത് ഞങ്ങൾ പറയുന്നത് പ്രവർത്തിക്കാവുന്നത് മാത്രമേ പറയുള്ളൂ എന്നാണ്. പക്ഷെ ആ പറച്ചിലൊക്കെ ഇത്തിരി അതിര് വിട്ട അവകാശവാദമാണ്, ഒരു തരം തള്ളു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് 5-6 മാസത്തെ കുടിശ്ശികയായി ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒക്കെ കണ്ടു. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ പറഞ്ഞതുപോലെ, അതായത് ഈ പറഞ്ഞ ഈ എന്താ പറയാ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിനൊക്കെ വലിയ തോതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ പിടിച്ചെടുത്ത് അതെല്ലാം മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ട് ഒടുവിൽ അവർക്ക് പെൻഷനും ഇല്ല, അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഇല്ല. ഇപ്പൊ കണ്ണിൽ പൊടിയിടാൻ ആശാ വർക്കർമാരോട് 100 രൂപ പോലും കൂട്ടാൻ നിവൃത്തിയില്ല, കേന്ദ്രത്തോട് സമരം ചെയ്യുമെന്ന് പറഞ്ഞ് അവസാനം അവരെ ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനാണോ അതോ CIT യൂണിയനിൽപ്പെട്ട അവരാണല്ലോ ഭൂരിപക്ഷം, അവരുടെ ആശാ വർക്കർമാർക്ക് ഒരു ആശ്വാസമായിട്ടാണോ 1000 കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും അപ്പൊ ഈ 13,000 കോടിയുടെ വലിയ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റുന്ന സർക്കാർ, അപ്പൊ ഇത്രയും കാലം ഈ ഇല്ല അതായത് ഖജനാവിൽ അല്ലെ ട്രഷറിയിൽ പൂച്ച വെച്ച് കിടക്കുന്നു, അതുപോലെ തന്നെ കേന്ദ്രം ഞെരുക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു, കേന്ദ്രം തരാനുള്ളത് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഏലിക്കുട്ടിമാരെ സൃഷ്ടിച്ച ഒരു സർക്കാർ, അതായത് ഇപ്പൊ ചോറ് കഴിക്കാൻ പറ്റാതെ ഏതാണ്ട് മരണാസന്നരായ മരിച്ചുപോയ ഒരാളെ ചോറ് കുഴിച്ചിടുന്ന പോലെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതായത് ഭക്ഷണമില്ലാതെ മരിച്ച ഒരാളെ അവസാനം ഭക്ഷണം നിറച്ച് കുഴിമാടത്തിൽ കുഴിച്ചിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇതുവരെയുള്ള പ്രശ്നം നിലവിലുള്ള ആനുകൂല്യങ്ങൾ സമയത്ത് കൊടുക്കുന്നില്ല, അത് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അവർക്ക് ശമ്പളം കൂടുതലാണോ കുറവാണോ അതൊക്കെ വേറെ പ്രശ്നം. അത്രത്തോളം ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലുണ്ട്. ഒരു വിഭാഗത്തിന് വലിയ ശമ്പളം കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് ഒന്നുമില്ല, ഉണ്ടവൻ അടകിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് എന്നുള്ളൊരു അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പറയേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. അവർക്ക് ഇപ്പൊ 19% DA കുടിശ്ശികയാണ്. അതിൽ 4% മാത്രമാണ് ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നത്. ബാക്കി 13%-ലധികം അല്ലെങ്കിൽ 14-15% DA കുടിശ്ശികയാണ്. ഈ 15% DA എന്ന് പറയുന്നത് എത്ര 1000 കോടി വരും എന്നാണ് വിചാരിക്കുന്നത്? 10.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് അവർ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ ഏതാണ്ട് 15% അധികം കൊടുക്കണമെങ്കിൽ ഇപ്പൊ പറയുന്നത് ഏതാണ്ട് ഒരാൾക്ക് മാത്രം ഈ കുടിശ്ശിക നഷ്ടപ്പെടുമ്പോൾ 55,000 രൂപ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ 4% DA കുടിശ്ശികയില്ലെങ്കിൽ, അപ്പൊ ബാക്കിയുള്ള 15% കുടിശ്ശിക കൂടി കണക്ക് വെച്ച് നോക്കിയാൽ അത് എത്ര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് റോജി ചോദിച്ചതുപോലെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് ആണോ? ആണ്, സംശയമൊന്നുമില്ല. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു തന്ത്രമാണ്. അതിന് അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, കാരണം ബാക്കി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ പ്രഖ്യാപിക്കാൻ November 1 പ്രഖ്യാപിക്കാനിരുന്ന സംഗതിയാണിത്. പക്ഷെ ഇത് മിനിഞ്ഞാന്ന് തന്നെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് കാരണം എന്താ? അന്ന് ശ്രീ പിണറായി വിജയനെയും CPM-നെയും വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ വല്ലാതെ പിന്നോട്ടടിക്കുന്ന സംഭവ വികാസങ്ങളുണ്ടായി. CPI-യുടെ ആ ഒരു നിലപാടിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഒരു കാരണവശാലും ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറില്ല, ഞാൻ ഒപ്പിട്ടത് തന്നെ എന്ന് പണ്ട് പീലാത്തോസ് പറഞ്ഞതുപോലെ, എഴുതിയത് തന്നെ എന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞുകൊണ്ടിരുന്ന കക്ഷികൾ എന്താ ചെയ്തത്? അവസാനം CPI ഇതിനു മുമ്പൊരിക്കലും ഉണ്ടാകാത്ത പോലെ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മർമ്മത്ത് കൂത്തുന്ന രീതിയിൽ ചില വാക്കുകളും പറഞ്ഞു. അത് വിനോദ് വിശ്വം പറഞ്ഞു, പ്രകാശ് ബാബുവും പറഞ്ഞു, എന്തിന് AYF-ന്റെയും അതുപോലെ തന്നെ ASF-ന്റെയും പിള്ളേരും പറഞ്ഞു. ഈ ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു, പിണറായിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി, ഇങ്ങനെ പലതും ചെയ്തു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചു. ഇതെന്ത് സർക്കാർ? അതിനപ്പുറം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ചോദ്യത്തിന് മുമ്പ് പതറിപ്പോയി. മുഖ്യമന്ത്രി നേരിട്ട് ആലപ്പുഴയിൽ പോയി ഈ പറഞ്ഞ പോലെ എന്താ പറയാ സമവായ ശ്രമങ്ങൾ നടത്തി, ചർച്ച നടത്തി. ബിനോയ് വിശ്വമായിട്ട് ചർച്ച നടത്തി, മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി. അതിനു മുമ്പ് തന്നെ കേന്ദ്രത്തില് സഖാവ് MA ബേബി, ദേശീയ സെക്രട്ടറി സഖാവ് എ രാജയായിട്ട് ചർച്ച നടത്തി, D രാജയായിട്ട്. ഇതൊന്നും നടന്നില്ല. അവസാനം പ്രകാശ് ബാബു പറഞ്ഞു അദ്ദേഹം നിസ്സഹായനാണ്, അദ്ദേഹം ധർമ്മസങ്കടത്തിലാണ്, അദ്ദേഹം നിസ്സഹായനാണ്. ഇപ്പൊ അതേ ചൊല്ലിയാണ് തർക്കം. കോലം കത്തിച്ചത് സാറ് പറഞ്ഞു വരുന്നത് ഇത് സംശയമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പറയാം, കുറച്ചൊക്കെ കൊടുക്കും.
അതിൽ സംശയമില്ല. ഏതാനും മാസമെങ്കിലും കൊടുത്തിരിക്കും. ഇപ്പൊ ഈ ഇനി മാസം 5-6 എല്ലാം മാസം കൂടി കിടക്കുന്നുണ്ടല്ലോ. 5-6 മാസം കൂടി ഇനി മുന്നിൽ ഉണ്ട്. നിൽക്കുന്നുണ്ടോ? ആ സമയത്തേക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇവിടം കൊണ്ട് നിർത്തുമെന്ന് പോലും തോന്നുന്നില്ല. ഇന്നലെയൊക്കെ ഞാൻ ഇരുന്ന ഒരു ചർച്ചയിൽ അവരുടെ ഒരു വക്താവ് പറയുന്നത് കേട്ടു, ഇത് ഒരു എന്താ പറയാ സാമ്പിൾ വെടിക്കെട്ടാണ്, ഒറിജിനൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇവരുടെ വാഗ്ദാനം 2500 അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ 2500 തന്നെ പ്രഖ്യാപിച്ചു കൂടാന്നില്ല. ആ ഭരണം കിട്ടുമെന്ന് അത്ര ഉറപ്പില്ലെങ്കിൽ പിന്നെ 2500 പ്രഖ്യാപിച്ച് ഒരു മാസം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കേണ്ട ബാധ്യത വരുന്ന സർക്കാരിനാണല്ലോ. ഇനി ഏതെങ്കിലും ഭരണം മാറിയാൽ തീർച്ചയായും അവർ നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. ഞാൻ ഒന്ന് ആശാ പ്രവർത്തകയായ ശ്രീമതി ഷീജ ആഷിഖിൽ കൂടെ ഒന്ന് പോകുന്നു. ശ്രീമതി ഷീജ ആഷിഖ്, 266-ാം നാൾ, അതായത് നാളെ നിങ്ങൾ സമരം നിർത്താൻ പോവുകയാണ്. കണ്ണീരോടുകൂടിയാണ് നിങ്ങൾ സമരം നിർത്തുന്നത്. കാരണം 1000 രൂപ എന്ന് പറയും, നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളുടെ സമരത്തിന്റെ വലിയൊരു വിജയമാണ് ഇത്, ഓണറേറിയം പ്രഖ്യാപിക്കേണ്ട സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഈ സർക്കാരിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടായിരുന്നു ഈ സമരത്തിന് 1-ാം നാൾ മുതൽ തന്നെ ഇറങ്ങിയത്. ഇന്നിപ്പോൾ 265-ാം നാളിലെത്തി നിൽക്കുന്നു. ആ വിശ്വാസം സർക്കാർ പാലിക്കപ്പെട്ടോ, അല്ലെങ്കിൽ സർക്കാർ പാലിച്ചു എന്ന് തോന്നുന്നുണ്ടോ ശ്രീമതി? ഇല്ല, സർക്കാരിന് പാലിക്കണമായിരുന്നു എങ്കിൽ ഞങ്ങൾ സമരം ചെയ്ത ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സർക്കാരിന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. അത് ചെയ്യാതെ പല ദിവസങ്ങളിലും അവഹേളനയും മറ്റുള്ള കാര്യങ്ങളിലും പല കാരണങ്ങൾ പറഞ്ഞും ഞങ്ങളെ താറടിക്കുന്ന രീതിയിൽ എങ്ങനെയെല്ലാം ഞങ്ങളെ സമരത്തിൽ നിന്നും പിൻവലിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ക്രൂശിച്ചുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും സർക്കാർ ഞങ്ങളെ എങ്ങനെ തുരത്താം എന്നുള്ള ഒരു രീതിയിലാണ് സർക്കാർ ഞങ്ങളോട് തീരുമാനം. ഈ 1000 രൂപ എന്ന് പറയുന്നത് സർക്കാരിന് തരണമായിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ 265 ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയപ്പോ അപ്പൊ തന്നെ തരാമായിരുന്നു. അല്ലെങ്കിൽ ഒരു 10-ഓ 15-ഓ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഞങ്ങളെ കയ്യിൽ തരാനുള്ളൂ, നിങ്ങൾ ഇത് കൊണ്ടുപോവുക, പിന്നെ ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ വെച്ചു, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഞങ്ങളിൽ ആശമാരെ വിളിക്കുകയോ അവരിൽ ഒരു മറുപടി പറയുകയോ ചെയ്യാതെ എങ്ങനെയെല്ലാം അവഹേളിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവഹേളിച്ചു കൊണ്ട് തന്നെയാണ് സർക്കാർ ആശമാരോട് കാണിച്ച അനീതി തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ. ഇത്രത്തോളം അനീതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനോട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല. തുച്ഛമായ ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഇരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. 2-ഓ 3-ഓ അല്ലെങ്കിൽ പോട്ടെ 10 ദിവസത്തിനകം വെച്ച് സർക്കാർ ഞങ്ങളുടെ നേരെ ഒരു തീരുമാനമുണ്ടാക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഞങ്ങൾ സമരത്തിന് പോയത്. സമരത്തിന് പോകുമ്പോൾ 3 മാസത്തെ ഓണറേറിയം മുടക്കമായിരുന്നു. ഈ ഓണറേറിയം സംസ്ഥാനമല്ല തരേണ്ടത്, നിങ്ങൾ കേന്ദ്രത്തിനോട് പോവൂ എന്ന് പറഞ്ഞ സർക്കാരിനെ കൊണ്ട് മുട്ടുകുത്തിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഓണറേറിയം പിഴിച്ചു വാങ്ങുന്ന രീതിയിൽ ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് സർക്കാരിനെ കൊണ്ട് എത്തിച്ചു എന്ന് വേണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും 1000 രൂപ വീതമാണ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പൊ പറയുകയാണെങ്കിൽ വീട്ടിലെ സ്ത്രീകൾക്ക് ഉള്ള ഒരു 1000 രൂപ, അതേപോലെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, അങ്ങനെ 1000 രൂപ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും ഒരു 1000 രൂപ. അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് കുറെ ആളുകളൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് അറിയാം. കാരണം ഞങ്ങൾക്ക് 5 പൈസ പോലും തരാൻ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞ എളമരം കരീം എന്ന് പറയുന്ന വ്യക്തിയുടെ, അതായത് CIT യൂണിയന്റെ ആൾക്കാരാണ് പറഞ്ഞത്, ആശമാർക്ക് 5 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോ അവകാശം നേടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരാണ് ഇപ്പൊ അവകാശം പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ആശമാർക്ക് തന്നു. ഈ ഇരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആശമാര്. അല്ലാതെ അവർ ഓരോ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ഓരോ തൊഴിലാളികളെയും, അംഗൻവാടി ടീച്ചർ, കുടുംബശ്രീയിലെ ആൾക്കാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് അവർ സമരത്തിന് എത്തുന്നത്. അവിടെ വന്ന് സമരപന്തലിൽ അന്വേഷിച്ച് നോക്കട്ടെ. ഇന്നത്തെ CIT യൂണിയന്റെ ഒരു പ്രവർത്തക പറയുന്നത് കേട്ടു, അവിടെ ഇരിക്കുന്ന ആശാപ്രവർത്തകല്ല, സമരപന്തലിൽ വന്ന് അന്വേഷിക്കണം, അവിടെ ഇരിക്കുന്നതിൽ എത്ര പേർ ആശാപ്രവർത്തകർ. അതുപോലെ തിരിച്ചന്വേഷിച്ച് നോക്കണം, അവിടെ ഈ സമരത്തിന് CIT യൂണിയൻ സമരത്തിന് വന്നവർ എത്ര പേർ ആശാപ്രവർത്തകരാണെന്ന്. ഞങ്ങൾ പല പ്രവർത്തനത്തിലും പല സമരത്തിലും ഞങ്ങൾ അവിടെ ഇരിക്കെ പല സമരം അവർ വരികയും ആ സമരത്തിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന
വേറെ വേറെ ആശമാരല്ലാത്ത ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് അവിടെ ആശാപ്രവർത്തകരുടെ സമരം എന്നും പറഞ്ഞ് അവിടെ വന്നിട്ടുള്ളത്. പല ആളുകളും ആശാപ്രവർത്തകരുടെ സമരത്തിലേക്ക് നുഴഞ്ഞു കയറി എന്നൊരു ആരോപണം കൂടിയാണ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടില്ല. ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള ആശാ വർക്കേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സമര പന്തലിൽ വന്ന് നോക്കണം. അവിടെ ഇവിടെ ഇരുന്ന് ഒളിച്ചിരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവര് നേരിട്ട് വരണം. നേരിട്ട് വന്ന് അവിടെ സമരം ചെയ്തിട്ടും സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന വലിയൊരു സങ്കടം തന്നെയാണ് ആശാപ്രവർത്തകയായ പറയാനുള്ളത്. ഞാൻ ശ്രീ സുശീൽ ഗോപാൽ അങ്ങയിലേക്ക് ഒന്ന് വരികയാണ്. അതായത് ഇപ്പോ നിരവധി പ്രഖ്യാപനങ്ങളൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് വീടുകളിലേക്ക് പണം എത്തുകയാണ്. ഇതിനകത്തൊരു സാമ്പത്തിക വശം നോക്കുകയാണെങ്കിൽ പണം ജനങ്ങളിലേക്ക് എത്തുന്നു, ജനങ്ങൾ അത് അവരുടെ സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നു, അങ്ങനെ പണം കൂടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് സാമ്പത്തികപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇതെല്ലാം വോട്ടായി മാറും എന്നങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഞാനതിന് റോജിയോട് ആദ്യമേ തന്നെ ആമുഖമായി സൂചിപ്പിച്ചിരുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയപരമായി പ്രബുദ്ധരായ ജനങ്ങളാണ്. കാരണം ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ സർക്കാർ വർദ്ധിപ്പിച്ച വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ വർദ്ധിപ്പിച്ച കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ മനസ്സിലുണ്ട്. അവർ എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ 5 തവണയാണ് കറണ്ടിന്റെ ചാർജ് വർദ്ധിപ്പിച്ചത്. ആ ചാർജ് വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പിണറായി വിജയൻ ക്രെഡിറ്റ് അടിക്കാനായിട്ട് പരസ്യം PR വർക്ക് ചെയ്തിട്ടില്ല. വെള്ളക്കരം 3 ഇരട്ടിയായി കൂട്ടി. അപ്പോഴും ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു PR വർക്കും ഉണ്ടായിരുന്നില്ല. കെട്ടിട നികുതി കൂട്ടി. അത് മാത്രല്ല, ഈ ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞിട്ട് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് 2 രൂപ സെസ് പിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആ പണം എവിടെയായിരുന്നു ഇത്ര കാലവും? അതായത് ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് 2 രൂപ വെച്ച് സെസ് പിരിച്ചു തുടങ്ങിയത്. ആ സെസ് പിടിച്ച തുക എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതും മാത്രം, ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ OP ടിക്കറ്റിന്റെ വരെ വില വർദ്ധിപ്പിച്ച ആൾക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ. ഈ വാഹനങ്ങളുടെ, സാധാരണക്കാരുടെ വാഹനങ്ങളുടെ പെർമിറ്റ്, ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളുടെ പെർമിറ്റിന് ഫീസ് കൂട്ടി. അങ്ങനെ സകല മേഖലയിലും വില വർധനവ് ഉണ്ടാക്കി. സർക്കാർ സേവനങ്ങളുടെ നിരക്ക് പല തവണ പല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. അപ്പോ ഈ അവസാനം വന്ന് ക്ഷേമ പെൻഷൻ ഒരു 6 മാസം 2000 രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ തീവെട്ടിക്കൊള്ള അത് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ ബോധത്തിന് മുന്നിലുണ്ട് എന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം ഈ കേരളത്തിലെ എല്ലാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് നേരത്തെ ജോർജ് സാറ് പറഞ്ഞതുപോലെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ്. ഇലക്ഷൻ സ്റ്റണ്ടിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഭരിക്കുന്ന പാർട്ടികളും എല്ലായ്പ്പോഴും പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ആ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് 5 വർഷത്തിന് മുമ്പ് അവർ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ അന്ന് ഇറക്കിയ സ്റ്റണ്ടിന് വേണ്ടി ഇറക്കിയ കുറച്ച് വാഗ്ദാനങ്ങൾ ഉണ്ടല്ലോ, ആ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ പിണറായി വിജയൻ സർക്കാർ കാണിക്കണം. ക്ഷേമ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പദ്ധതിയുടെ പ്രഖ്യാപനങ്ങളൊന്നും വോട്ടായി മാറില്ല, ജനങ്ങൾ അതെല്ലാം തിരിച്ചറിയും എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും. ഓക്കെ, ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങയിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പണം കൊടുത്ത് വോട്ട് ജനങ്ങൾ ചെയ്യുമെന്നൊരു പ്രതീക്ഷ. അത് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരികയാണോ? അതായത് ഒരു ജനാധിപത്യത്തെ ഈ പണം കൊടുത്ത് ശക്തീകരിക്കാൻ കഴിയുമെന്നൊരു വിചാരമാണോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കൊണ്ടത്? ഇത് മുന്നോട്ടുള്ള പോക്കിന് അത്ര സുഖകരമാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതിനെ ആ രീതിയിൽ പറയാൻ പറ്റില്ല. പണം കൊടുത്ത് ഇപ്പൊ വോട്ടർക്ക് നേരിട്ട് പണം കൊടുത്ത് പല രീതിയിൽ പല തരത്തിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പണം കൊടുത്ത് വാങ്ങുന്ന വോട്ട് കച്ചവടം, അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ തങ്ങളിലേക്ക് ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന, ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്, അവരുടെ കരുതലായി, താങ്ങായി, തണലായി, ആശ്വാസമായി, സാന്ത്വനമായി തങ്ങളുണ്ട് എന്ന് ബോധിപ്പിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ നേരിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കറപ്ഷൻ അല്ല സാർ. ഇതിപ്പോ വോട്ട് ചെയ്യാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഒരാളുടെ വീട്ടിലേക്ക് ഒരു 4000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ ഡയറക്റ്റ് ചെല്ലുകയാണ്. അത് മുഴുവൻ ഒറ്റയടിക്ക് കിട്ടുന്നതല്ല, നേരത്തെ ഉള്ളതിൽ ഒരു അഡീഷൻ വരുന്നതാണ്. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും എനിക്ക് എന്ത് കിട്ടുന്നു എന്നതിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ് റോജി. അത് സംശയമില്ല. എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള ഇപ്പൊ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളിൽ ഏറെയും ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്കാണ്. അതായത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിലേക്കാണ് ഈ പണം ചെല്ലുന്നത്.
അതിൽ തന്നെ പ്രായാധിക്യം കൊണ്ട് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അങ്ങനെ പലതരത്തിലും ഒറ്റപ്പെട്ടു പോയ കരുതൽ അല്ലെങ്കിൽ ഒരു സാന്ത്വനിപ്പിക്കാൻ വേറെ ഒരു വരുമാനവും ഇല്ലാത്ത മനുഷ്യർക്ക് വാർദ്ധക്യത്തിൽ അവരുടെ കയ്യിലേക്ക് ഇരുന്ന് ഈ പണത്തിന് നമ്മുടെ കയ്യിലേക്ക് 10,000 ലക്ഷമോ വരുന്നതിനേക്കാൾ മൂല്യമുണ്ട്. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ അനുഭവമുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് കിറ്റും കരുതലും ആണ് അവർ ഉയർത്തിയ മുദ്രാവാക്യം. ഇത് രണ്ടും എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. എന്തുമാത്രം അഴിമതി ആരോപണങ്ങൾ അന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ സർക്കാരിനെതിരെ കൊണ്ടുവന്നു. എന്തെല്ലാം സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ഒരു സർക്കാരിനെ മറിച്ചിടാൻ പോകുന്നതിലധികം ആരോപണങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ അഴിമതി ആരോപണങ്ങൾ ഒന്നും വെറുക്കാൻ ക്ഷമിക്കണം ഏശാതെ പോയി. മറിച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവർ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പിണറായി സർക്കാർ വീണ്ടും വന്നില്ലേ. ഒരിക്കലും ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടാവാത്തതാണ് തുടർഭരണം. ആ തുടർഭരണത്തിലേക്ക് എത്തിച്ചത് അന്നത്തെ ഈ പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ള വെച്ചാൽ ആ കിറ്റ് വലിയ സ്വാധീനം ചെലുത്തി, ആ കരുതൽ വലിയ സ്വാധീനം ചെലുത്തി. ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് കോവിഡിനെ നേരിട്ടത് തങ്ങളാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിരന്തരമായ പത്രസമ്മേളനങ്ങൾ ആളുകളെ ആകർഷിച്ചു. അവരത് വലിയൊരളവിൽ വിശ്വസിച്ചു. പിന്നീടാണ് കോവിഡ് കാലത്ത് വലിയ അഴിമതി നടന്നതും അതിന്റെ മറവിൽ നടന്ന തീവെട്ടിക്കൊള്ളയൊക്കെ പുറത്തു വരുന്നതും. ഏറ്റവും കുറഞ്ഞ ആളുകൾ മരിച്ച സ്ഥലമാണ് കേരളം എന്നുള്ളത് മൂടിവെച്ച കഥയാണ്. 21,000-ഓളം മരണങ്ങൾ കേരള സർക്കാർ സൗകര്യപൂർവ്വം മൂടിവെച്ചു എന്നുള്ള കഥയൊക്കെ പിന്നീടാണ് പുറത്തു വരുന്നത്. പക്ഷേ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സുശീൽ ഗോപാൽ പറയുന്ന പോലെ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. ഇത് നമ്മുടെ ആളുകളും ഈ പറഞ്ഞ ഇത്തരം പ്രലോഭനങ്ങളിൽ അകപ്പെടാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിലും ഇതിനകത്തൊരു ചെറിയ ആശ്വാസം, ഇതിനകത്ത് ആശ്വസിക്കാനുള്ളൊരു വകയുള്ളതെന്ന് വെച്ചാൽ ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സിനെതിരെയായിരുന്നു. ഈ കോവിഡ് അതിനു മുമ്പ് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അതിനു മുമ്പ് ഒരിക്കലും, അതായത് ആളുകളുടെ മനസ്സിൽ ഭീതി നിറഞ്ഞൊരു കാലമാണ്. യഥാർത്ഥ രീതിയിൽ ബുദ്ധിപൂർവം അല്ലെങ്കിൽ യുക്തിപൂർവം റാഷണലായിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഭീതിയും ആശങ്കയും അനിശ്ചിതത്വവും അവരുടെ മനസ്സുകളെ ഗ്രസിച്ച ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു സർക്കാർ, കൈപിടിച്ചൊരു സർക്കാരിന് കൊടുത്ത ഒരു പ്രതിനന്ദിയായിരുന്നു അന്നത്തെ ആ തുടർഭരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു ചക്കയിട്ട ഒന്ന് മുയൽ ചത്തു എന്ന് കരുതി എന്നും മുയൽ ചാവും എന്ന് കരുതാൻ പറ്റില്ല. കാരണം ഇന്ന് അത്തരത്തിലുള്ള ഒരു ബാഹ്യ ആശങ്കയോ ഭീതിയോ ഇന്ന് കുറെ കൂടി റാഷണലായിട്ട് ആളുകൾക്ക് ഈ ഭരണത്തെ വിലയിരുത്താൻ കഴിയും. ഇത്ര കാലം ഇല്ലാത്ത പണം ഇപ്പൊ എവിടുന്ന് ഈ വരുന്നത്? ഇത്രയും കാലം പട്ടിണി കഥകൾ മാത്രമാണ് പറഞ്ഞത്, ഇല്ലായ്മ കഥകൾ മാത്രമാണ് പറഞ്ഞത്, ദാരിദ്ര്യ കഥകൾ മാത്രമാണ് പറഞ്ഞത്. കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു, കൊല്ലാതെ കൊല്ലുന്നു എന്ന് പറയുന്ന സർക്കാർ ഒരു ഇലക്ഷന്റെ തലേ ദിവസം ഈ 13,000 കോടിയുടെ അധിക ബാധ്യത ഏറ്റെടുക്കുന്നു. എവിടുന്ന് വരുന്ന പണം? എന്താ പറയുക, മാന്ത്രിക ദണ്ഡുണ്ടോ ബാലഗോപാലിന്റെ കയ്യിൽ? അപ്പൊ ഇതിനകത്തൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സമർത്ഥമായിട്ട് ഒളിപ്പിക്കുന്നുണ്ട്, മൂടി വെക്കുന്നുണ്ട്. യഥാർത്ഥ വസ്തുതകൾ, യഥാർത്ഥ സാമ്പത്തിക ചിത്രം ഈ സർക്കാർ ജനങ്ങളോട് പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ എന്ത് വരുമാനം കൂടി എന്നാ പറയുന്നത്? GST നിരക്കുകൾ കുറയുകയാണ് ചെയ്തിരിക്കുന്നത് പലതിന്റെയും. ആ സാഹചര്യത്തിൽ വരുമാനം കൂടും എന്ന് വിചാരിക്കാൻ വയ്യ. നേരത്തെ സുശീൽ ഗോപാൽ പറഞ്ഞ പല സത്യമുണ്ട്. ഇനി ആരെയാ പിഴിയുക കൂടുതൽ നികുതിക്ക് വേണ്ടി? എവിടെയാണ് ഇനി ഊറ്റാനുള്ളത്? ഭൂനികുതിയൊക്കെ എത്ര മടങ്ങായി, വെള്ളക്കരം എത്ര മടങ്ങായി, വൈദ്യുതി ചാർജ് എത്ര മടങ്ങായി, എല്ലാ ഫീസുകൾക്കും, കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള ഫീസുകൾ, അങ്ങനെ എവിടെയാണ് ഈ സർക്കാർ പിഴിയാൻ ഇനി ബാക്കിയുള്ളത്? ആരെയാണ് പിടിച്ചു കുലുക്കുക? അപ്പൊ ഇനി വരുമാനം എങ്ങനെ കൂട്ടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ സമയത്ത് ഇത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുത്ത് അത് കൃത്യമായി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയും എന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്താൻ പറ്റൂ. ഒരു വാക്ക് ആശാവർക്കർമാരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അവരെ 1000 രൂപ കൊടുത്ത് അവരുടെ കണ്ണിന് പൊടിയിട്ടാണ് ഇപ്പൊ അവരെ അവസാനിപ്പിക്കുന്നത്. പക്ഷെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ആശാപ്രവർത്തകരുടെ ഐതിഹാസികമായ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇതൊരു മാതൃകയാണ്. സമീപകാലത്തൊന്നും കാണാത്ത ആ പോരാട്ട വീര്യത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, ഇച്ഛാശക്തിയുടെ കേരളം കണ്ട ഏറ്റവും അത്യുദാത്തമായ മാതൃകകളിലൊന്നാണ് നിങ്ങൾ തീർത്തത്. അഭിവാദ്യങ്ങൾ അർപ്പിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തോറ്റിട്ടില്ല. എല്ലാ സമരങ്ങളും ജയിച്ചല്ല അവസാനിക്കാറ്. പക്ഷെ ചില സമരങ്ങൾ ചില മാതൃകകൾ സൃഷ്ടിക്കും. എല്ലാ അപവാദങ്ങളും എല്ലാ ആക്ഷേപങ്ങളും നിരന്തരമായ പുലഭ്യവും കേട്ടിട്ടും പിന്മാറാതെ, മഞ്ഞും മഴയും വെയിലും കൂസാതെ ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്ത ആ സ്ത്രീത്വത്തിന്റെ കരുത്ത് അത് കേരളത്തിന് എന്നും അഭിമാനപൂർവ്വം ഓർക്കാവുന്ന, ആവേശപൂർവ്വം അവർക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന വലിയൊരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തോറ്റിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം അതൊരു സർക്കാരിന് ഒരു എന്താ പറയാ, കൃത്യമായ ഒരു സംഘടനാ ബലം പോലും ഇല്ലാതെ സ്ത്രീകൾ മാത്രം ഏറ്റെടുത്ത്
നടത്തിയ ഒരു സമരം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അഭിമാനിക്കാം. നിങ്ങൾ തോൽക്കല്ല ചെയ്തത്, നിങ്ങൾ ജയിക്കുക തന്നെയാണ് ചെയ്തത്. ഓക്കെ, ശ്രീമതി ഷീജ ഷഫീഖിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ വരികയാണ്. നിങ്ങളുടെ സമരം നാളെ സമാപിക്കുകയാണ്. രാപ്പകൽ സമരത്തിന്റെ അവസാനമാണ്. സർക്കാരിന്റെ ഈ 1000 രൂപ കിട്ടി അതിൽ സന്തോഷത്തോടെ തിരിച്ചു പോവുകയില്ല, പകരം നിങ്ങൾ പുതിയ സമര മാർഗങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്താണ് ആ സമര മാർഗങ്ങൾ എന്ന ചെറിയ വാക്കുകളിൽ ഒന്ന് പറയാമോ? അത് നാളത്തെ ഒരു പ്രഖ്യാപനം എന്നുള്ളത് അത് നാളെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതായിട്ട് ഇഷ്യൂലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ യൂണിയന്റെ പ്രവർത്തകർ തമ്മിലാണ് പ്രഖ്യാപിക്കുന്നതാണ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലകൾ തോറുമുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും അതെ, ഞങ്ങൾ ജില്ലകൾ തോറും, അതായത് ഏറ്റവും അടിത്തട്ടിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ അടുത്ത് എത്രത്തോളം ഞങ്ങൾക്ക് ബന്ധമുണ്ടോ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നാളെ മുതൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതിപ്പോ സാറ് പറഞ്ഞതിന് ഞങ്ങൾക്ക് എനിക്ക് നന്ദിയുണ്ട്. എല്ലാ ആശാപ്രവർത്തകരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു സാറിനോട്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയാണ് ഞങ്ങളുടെ ഈ സമര വിജയത്തിന് വഴിയൊരുക്കിയത്. അങ്ങനെ എല്ലാ പേരോടും ഞങ്ങൾക്ക് സന്തോഷം, നന്ദിയുണ്ട്. അതുപോലെ തന്നെയാണ് അതുപോലെയാണ് നാളെ മുതലുള്ള സമരവും. ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ ഞങ്ങളുടെ അമ്മമാരുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും അടുത്ത് പോയി ഞങ്ങൾക്ക് എന്താണോ ഞങ്ങൾക്ക് അനുഭവിച്ചത് അത് ഞങ്ങൾ നേരിട്ട് പറയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ചെറിയ പണം കൊടുത്ത് അല്ലെങ്കിൽ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി വോട്ട് വാങ്ങാം എന്ന് സർക്കാരുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുന്നിലൊന്നും തന്നെ മുട്ടുകുത്തുന്ന ഒരു പ്രകൃതമല്ല കേരളത്തിന് എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ജോർജ് സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, പല വോട്ടുകളും ആ വഴി പോയതും കണ്ടതാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാകരുത്. വീണ്ടും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തി ജനങ്ങളെ ഭരിക്കാനാകരുത്. ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും പറയുന്ന അതേ അളവിൽ ജനങ്ങൾക്കും ലഭിക്കട്ടെ. അത് ജനങ്ങൾക്ക് ലഭിച്ചേ തീരൂ. അതിനുവേണ്ടിയാണ് ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഈവനിംഗ് ചർച്ച പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു.